പച്ചക്കായ കുരുമുളക് ഇട്ടണ്ട് വരട്ടിയാലോ? കിടലിനാവല്ലേ? അല്ല, ബീഫിന്റെ ടേസ്റ്റില് നമുക്കിന്നൊരു കുരുമുളക് ഇട്ട പച്ചക്കായ. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് 4 പേർക്ക് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അതിനു വേണ്ടി ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് മൊത്തമായിട്ടുള്ളത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/4 കപ്പ് വെള്ളം എല്ലാം കൂടി ഒഴിച്ച് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ മറ്റേ സൈഡിലേക്ക് വെച്ചേക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 500 ഗ്രാം നമ്മുടെ പഴുക്കാത്ത വാഴയ്ക്കാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നേരത്തെ നമ്മൾ അരിച്ചു വെച്ച മസാല ഇതിലേക്ക് ഇടാം. പിന്നെ 6 വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഉപ്പ് 2 ടീസ്പൂൺ, ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ് സൈഡിലേക്കാണ് വെച്ചേക്കാം. ചെറു ചൂട് പാത്രത്തിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുള്ളിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂൺ ഉറുദാൽ, അത് ഇട്ട് അങ്ങോട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പില, 3 പീസ് ഉണക്കമുളക്, പിന്നെ 1/2 ടീസ്പൂൺ കായം, ഇതും ഇട്ട് 1 മിനിറ്റ് നേരം അങ്ങോട്ട് വഴറ്റാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ആ സ്ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവട്ടെ. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മസാലയുടെ കുറച്ച് വെള്ളം ഒഴിക്കുക. അത് മിക്സ് ചെയ്ത് അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കവർ ചെയ്ത് വെക്കുക. ആ കായ കുക്കാവണ വരെ സ്ലോ ഫ്ലെയിമിൽ കിടന്ന് ആവട്ടെ. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് ഇളക്കി കൊടുത്തേക്കണേ, അടി പിടിക്കരുത്. തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്കാണ് ഇട്ടേക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അത് കഴിഞ്ഞ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് ഇട്ട നമ്മുടെ കായ റെഡി ആയിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ ബീഫ് അല്ല സോറി കായ ബീഫിന്റെ അതേ ലുക്കില്ലേ, റെഡി ആയി കഴിഞ്ഞു. ഇനി ഇടും. ട്രൈ നോക്കണേ, മറക്കല്ലേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.